Today I am going to discussing about female reproductive system. Female reproductive system consists of a pair of ovaries, accessory duct, external genitalia. Okay. First of all, I am discussing about ovaries. Ovaries are sex organs. They produce ovum. Ovum means female gamete, and they secrete several steroid hormones or ovarian hormones or female reproductive hormones. This ovary is located on each side of the lower abdomen. They are also connected to the pelvic wall and uterus by ligaments. ഇവിടെ ലിഗമെൻറ്റ്സ് കൊണ്ടാണ് യൂട്രസിനെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഓവറിയും യൂട്രസും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി അതിൻ്റെ സ്ട്രക്ചർ പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് അൽമോണ്ട് ഷേപ്പ്. ഏകദേശം 2 to 4 സെൻറ്റിമീറ്റർ ലെങ്ത് ഉണ്ട്, 2 സെൻറ്റിമീറ്റർ വിഡ്ത്ത് ഉണ്ട് ആൻഡ് 1 സെൻറ്റിമീറ്റർ തിക്നെസ്. ഇനി ഇതിൻ്റെ കവറിങ്, ഓവറിയുടെ കവറിങ് പറയുകയാണെങ്കിൽ ഒരു തിൻ എപ്പിത്തീലിയൽ സെൽസ് കൊണ്ടാണ്, എപ്പിത്തീലിയം കൊണ്ടാണ് കവർ ചെയ്തിരിക്കുന്നത്, വിച്ച് എൻക്ലോസസ് ഓവറിയൻ സ്ട്രോമ. ഇനി ഈ സ്ട്രോമയെ നമുക്ക് വീണ്ടും 2 റീജിയൻ അല്ലെങ്കിൽ സോണായിട്ട് ഡിവൈഡ് ചെയ്യാം. ഏറ്റവും ഔട്ടർ പാർട്ടിൽ കാണുന്ന റീജിയനെയാണ് കോർട്ടെക്സ് എന്നും ഏറ്റവും ഇന്നർ റീജിയനിൽ കാണുന്നതിനെ മെഡുല എന്ന് പറയുന്നുണ്ട്. ഇനി ഈ മെഡുലറി റീജിയനിൽ എന്തൊക്കെയാണ് കാണുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇറ്റ് കണ്ടെയ്ൻസ് മെനി റൗണ്ടഡ് ബോഡീസ്. ആ റൗണ്ടഡ് ബോഡീസിന് പറയുന്ന പേരാണ് ഓവേറിയൻ ഓർ ഗ്രാഫിയൻ ഫോളിക്കിൾ അറ്റ് വാരിയസ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ്. അപ്പം നിങ്ങൾ ചിത്രത്തിൽ നോക്കുക, ഇതാണ് യൂട്രസ്. യൂട്രസിന് എന്തുണ്ട്? ഓവറി ഉണ്ട്. ഓവറിയെ ഈ യൂട്രസുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ലിഗമെൻറ്റ്സ് കൊണ്ടാണ്. അപ്പം മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഓവിഡക്റ്റ്. ഓവിഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി ഫാലോപ്പിയൻ ട്യൂബ്സിനെയാണ് നമ്മൾ ഓവിഡക്റ്റ് എന്ന് പറയുന്നത്. ഓവിഡക്ട്സ്, യൂട്രസ് ആൻഡ് വജൈന, ഈ 3 സ്ട്രക്ചറിനെയും കൂടിയാണ് നമ്മൾ ഫീമെയിൽ ആക്സസറി ഡക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫീമെയിൽ ആക്സസറി ഡക്ട്സിൽ എന്തൊക്കെയാണ് വിടുന്നത്? ഓവിഡക്റ്റ് അല്ലെങ്കിൽ ഫാലോപ്പിയൻ ട്യൂബ്സ് വിടും, യൂട്രസ് വിടും, പിന്നെ വജൈന. ഇനി ഫസ്റ്റ് നമ്മൾ ഓവിഡക്റ്റിനെ കുറിച്ച് പറയുകയാണ്. ചിത്രത്തിൽ നോക്കിയാൽ അറിയാം, ഈ ട്യൂബ് ലൈക്ക് സ്ട്രക്ചറിനെയാണ് 2 കൈ പോലെ ഇരിക്കുന്നില്ലേ, അപ്പോൾ അതിൻ്റെ ഈ ഒരു ആം റീജിയനെയാണ് നമ്മൾ ഓവിഡക്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ 2 സൈഡിലും ഓവിഡക്റ്റിൽ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഉണ്ട്. ആക്ച്വലി ഇറ്റ് ഈസ് എ മസ്കുലർ ട്യൂബ്സ്, ഒരു മസിൽ കൊണ്ട് കമ്പോസ് ചെയ്തിരിക്കുന്ന ഒരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചറാണ്. ഇതിൻ്റെ ലെങ്ത് 10 to 12 സെൻറ്റിമീറ്റർ ആണ്. ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്താണ്? ദേ ക്യാരി ഓവം ക്യാരി ചെയ്യുന്നുണ്ട് ഫ്രം ഓവറി ടു ദ യൂട്രസ്. യൂട്രസിലേക്ക് ഓവത്തിൽ നിന്ന് ഓവറിയെ ക്യാരി ചെയ്യുക എന്നുള്ള ഒരു ഫങ്ഷനാണ് ഇത് ഏറ്റെടുക്കുന്നത്. ഇതിനെ നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ദ പാർട്ട് ക്ലോസർ ടു ദ ഓവറി, അതായത് ഓവറിക്ക് ക്ലോസ് ചെയ്തിരിക്കുന്ന, അതായത് ഇപ്പം ഇതാണ് ഓവറി എങ്കിൽ ഇതിന് ക്ലോസ് ചെയ്തിരിക്കുന്ന ഈ റീജിയന് പറയുന്ന പേരാണ് ഇൻഫണ്ടിബുലം. ദ എഡ്ജസ് ഓഫ് ദ ഇൻഫണ്ടിബുലം പോസസ്. ഇനി ഈ ഇൻഫണ്ടിബുലം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ശരിക്കും ഒരു കൈ നോക്കുകയാണെങ്കിൽ ആ ഒരു കൈൻ്റെ ഫുൾ ആംസിനെയാണ് നമ്മൾ ഇൻഫണ്ടിബുലം എന്ന് പറയുന്നത്. അതിൻ്റെ എഡ്ജസിന് പറയുന്ന പേരാണ് എന്ത്? ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിൻ്റെ ഫിംബ്രിയ എന്നാണ് നമ്മൾ പറയുന്നത്. ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിന് ഈ ഫിംബ്രിയയുടെ മെയിൻ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഓവത്തിനെ കളക്ട് ചെയ്യുക, വിച്ച് ഹെൽപ്സ് ഇൻ കളക്ഷൻ ഓഫ് ദ ഓവം ആഫ്റ്റർ ഓവുലേഷൻ. ഓവുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് ഓവുലേഷൻ എന്ന് പറയുന്നത്. ആ ഓവം, അങ്ങനെയുള്ള ഓവത്തിനെ എന്ത് ചെയ്യുന്നുണ്ട്? കളക്ട് ചെയ്യുന്നുണ്ട്. ദ ഇൻഫണ്ടിബുലം ലീഡ്സ് ടു ദെൻ ഇൻഫണ്ടിബുലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും അതിൻ്റെ അടുത്ത റീജിയൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി വൈഡ് ആയിട്ടുള്ളൊരു റീജിയനാണ്, വൈഡർ പാർട്ട് ഓഫ് ദ ഓവിഡക്റ്റ് എന്ന് പറയാം. അതിനെയാണ് ആംപ്യൂള എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാൻ പറ്റും, ഓവിഡക്റ്റ് എന്ന് പറഞ്ഞാൽ നാരോ ആണ്, മസ്കുലർ ട്യൂബാണ്. പക്ഷേ അതിൻ്റെ ഏത് റീജിയനിലാണോ വൈഡ് ആയിട്ടുള്ളൊരു റീജിയൻ കാണുന്നത് ആ റീജിയനെ നമ്മൾ ആംപ്യൂള എന്നാണ് പറയുന്നത്. ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദ ഓവിഡക്റ്റ് ഇസ്തമസ് ഹാസ് എ നാരോ ല്യൂമൻ. ഇനി ഏറ്റവും ലാസ്റ്റ് പാർട്ട്, ഓവിഡക്റ്റിൻ്റെ ഏറ്റവും ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇസ്തമസ് ആണ്. ഇസ്തമസിന് നാരോ ല്യൂമൻ ഉണ്ട്, ഒരു ക്യാവിറ്റി ഉണ്ട്, ആൻഡ് ഇറ്റ് ജോയിൻസ് ടു ദ യൂട്രസുമായിട്ട് കണക്ട് ചെയ്തിട്ട് കാണുന്നുണ്ട്.
ദെൻ രണ്ടാമത്തെ റീജിയനാണ് യൂട്രസ് അല്ലെങ്കിൽ വോംബ്. ഇത് ആക്ച്വലി ലാർജ് ഷേപ്ഡാണ്, ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഒരു പിയർ ഷേപ്ഡ് ആയിട്ടാണ് ഇത് കാണുന്നത്. ഇറ്റ് ഇലാസ്റ്റിക് മീഡിയൻ സാക്ക് ലൈക്ക് അല്ലെങ്കിൽ പൗച്ച് ലൈക്ക് സ്പെഷ്യലൈസ്ഡ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് നമ്മുടെ എംബ്രിയോ ഡെവലപ്മെൻ്റ് ആണ് ഇതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് സഹായിക്കുന്നത്. സപ്പോർട്ടഡ് ബൈ ലിഗമെൻറ്റ്സ് അറ്റാച്ച് ടു ദ പെൽവിക് വോൾ. ഇത് എപ്പോഴും ലിഗമെൻറ്റ്സ് കൊണ്ടാണ് ഇത് സപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, പെൽവിക് വോളിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ദ വോൾ ഓഫ് ദ യൂട്രസ് ഹാസ് 3 layers ഓഫ് ടിഷ്യൂ. ഇനി യൂട്രസിൻ്റെ കവറിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, വോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 3 സ്പെഷ്യൽ ലെയേഴ്സ് ഉണ്ട്. എക്സ്റ്റേണൽ പെരിമെട്രിയം ദാറ്റ് ഇസ് തിൻ ആൻഡ് മിഡിൽ മയോമെട്രിയം തിക്ക് ലെയർ ഓഫ് സ്മൂത്ത് മസിൽ. ദെൻ ഇറ്റ് എക്സിബിറ്റ് സ്ട്രോങ് കോൺട്രാക്ഷൻ ഡ്യൂറിങ് ഡെലിവറി. ഡെലിവറിയുടെ സമയത്ത് സ്ട്രോങ് കോൺട്രാക്ഷൻ എക്സിബിറ്റ് ചെയ്യുന്നത് ഈ റീജിയനാണ്. ദെൻ ലാസ്റ്റ് റീജിയൻ ഈസ് കോൾഡ് ഇന്നർ എൻഡോമെട്രിയം. It is glandular layer, undergoes cylindrical changes during menstrual cycle. ഇനി യൂട്രസ് എപ്പോഴും ഓപ്പൺ ചെയ്തിരിക്കുന്നത് വജൈനയിലേക്കാണ്. ആ ഓപ്പണിങ്ങിനെ ആ ഓപ്പണിംഗ് എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെയാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്? ത്രൂ എ നാരോ സെർവിക്സ്. സെർവിക്കൽ കനാലും വജൈനയെ നമ്മൾ എന്ത് പറയുന്നത്? ബർത്ത് കനാൽ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വജൈന. വജൈന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലാർജ് ഇലാസ്റ്റിക് മസ്കുലാർ ട്യൂബ്സ് ആണ്, അബൌട്ട് 7 cm ലോങ്. ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും. ഇനി എക്സ്റ്റേണൽ ജെനിറ്റാലിയ അല്ലെങ്കിൽ വൾവ എന്ന് പറയുന്നുണ്ട്. ഇതിൽ മെയിനായിട്ട് 4 റീജിയനാണ്. മോൺസ് പ്യൂബസ്, ലേബിയ മെജോറ, ലേബിയ മൈനോറ, ഹൈമൻ ആൻഡ് ക്ലൈറ്റോറിസ്. അങ്ങനെ 5 റീജിയൻ. ഓക്കെ, മോൺസ് പ്യൂബസ്, ലേബിയ മെജോറ, ലേബിയ മൈനോറ, ഹൈമൻ ആൻഡ് ക്ലൈറ്റോറിസ്. ഈ മോൺസ് പ്യൂബസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് എ കുഷ്യൻ ലൈക്ക് സ്ട്രക്ചർ. ഫാറ്റി ഡെപ്പോസിഷൻ, ടിഷ്യൂസിൻ്റെ ഡെപ്പോസിഷൻ ഉള്ളതുകൊണ്ടാണ് ഇതൊരു കുഷ്യൻ ലൈക്ക് സ്ട്രക്ചറായിട്ട് മാറുന്നത്. ദറ്റ് ഇസ് കവേർഡ് ബൈ എ സ്കിൻ ആൻഡ് പ്യൂബിക് ഹെയർസ് കൊണ്ട് ഇത് കവർ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് പാർട്ടാണ് ലേബിയ മെജോറ. ഒരു ഫ്ലഷി ഫോൾഡ് ഓഫ് ടിഷ്യൂസിൻ്റെ ചെറിയൊരു മടക്കിനെയാണ് അല്ലെങ്കിൽ ഫോൾഡിനെയാണ്, ഫ്ലഷി ഫോൾഡിനെയാണ്, ഫോൾഡഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സാണ് ലേബിയ മെജോറ. അത് എക്സ്റ്റെൻഡ് താഴേക്ക് പോൺസ് പ്യൂബിസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കാണുന്നുണ്ട്. ആൻഡ് സറൗണ്ടഡ് ദ വെജൈനൽ ഓപ്പണിംഗ്. ലേബിയ മൈനോറ എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ആർ പെയർഡ് ഫോൾഡ്സ് ഓഫ് ടിഷ്യൂസ് അണ്ടർ ലേബിയ മെജോറ, അടിയിലായിട്ട് കാണുന്നത്. ക്ലൈറ്റോറിസ്, ഒരു ടൈനി ഫിംഗർ ലൈക്ക് സ്ട്രക്ചറാണ് ക്ലൈറ്റോറിസ് എന്ന് പറയുന്നത്. ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും, ഫിംഗർ ലൈക്ക് സ്ട്രക്ചറാണ്. എവിടെയാണ് കാണുന്നത്? യൂറീത്രൽ ഓപ്പണിംഗ് ജസ്റ്റ് അബോവ് റീജിയനിലായിട്ടാണ് ഇത് കാണുന്നത്. ഹൈമൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ വജൈനയുടെ ഓപ്പണിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈമൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓഫൻ കവേർഡ് പാർഷ്യലി ബൈ എ മെംബ്രെയിൻ കോൾഡ് ഹൈമൻ. നെക്സ്റ്റ് നമുക്ക് ഇത്രയാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അടുത്തത് പറയേണ്ടത് മാമറി ഗ്ലാൻഡ്സിനെ കുറിച്ചാണ്. ബ്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ടല്ല. പക്ഷേ ഇവിടെ ചൈൽഡ് കെയർ ആവശ്യമായിട്ടുള്ളൊരു സ്ട്രക്ചറാണ് എന്ത്? മാമറി ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ബട്ട് എയ്ഡ്സ് ഇൻ ചൈൽഡ് കെയർ. മാമറി ഗ്ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു പെയർഡ് സ്ട്രക്ചറാണ്. കുറേ ഗ്ലാൻഡ്സുകൾ കാണുന്നുണ്ട്, ഫാറ്റി ടിഷ്യൂസുകൾ കാണുന്നുണ്ട്. ഓരോ ഗ്ലാൻഡുലർ ടിഷ്യൂസിനെ നമുക്ക് 15 to 20 മാമറി ലോബ്സുകളായിട്ട് ഡിവൈഡ് ചെയ്യാം. ആ ഓരോ ലോബ്സിലും എന്തുണ്ട്? ഒരു ക്ലസ്റ്റർ ഓഫ്, ഒരു കൂട്ടം സെൽസുകൾ കാണുന്നുണ്ട്. ആ സെൽസിനെയാണ് നമ്മൾ ആൽവിയോളെ എന്ന് പറയുന്നത്. ഈ ആൽവിയോളയിലുള്ള സെൽസുകളാണ് മിൽക്ക് സെക്രീറ്റ് ചെയ്യുന്നത്. അത് അതിൻ്റെ സ്ട്രക്ചറിൽ തന്നെയുള്ള ചെറിയ ചെറിയ ക്യാവിറ്റികൾ അല്ലെങ്കിൽ ഹ്യൂമൻസിൽ ഈ മിൽക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ദെൻ അടുത്തത് ആൽവിയോളൈ ഓപ്പൺ ഇൻ ടു മാമറി ട്യൂബ്സ്. മാമറി ട്യൂബ്സിലേക്ക് ആൽവിയോളൈ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ആ ട്യൂബ്സ് പിന്നെ എന്താണ്? ഓരോ ട്യൂബ്സും ജോയിൻ ചെയ്യും. കുറേ മൈന്യൂട്ടായിട്ടുള്ള ട്യൂബ്സുകളുണ്ട്. ആ ഓരോ ആൽവിയോളയിലുള്ള ഓരോ മാമറി ട്യൂബ്യൂൾസും ജോയിൻ ചെയ്തിട്ടൊരു മാമറി ഡക്റ്റായിട്ട് മാറുന്നുണ്ട്. ഇനി ഓരോ മാമറി ഡക്റ്റുകളും ജോയിൻ ചെയ്തിട്ടൊരു വൈഡർ മാമറി ആംപ്യൂളയായിട്ട് മാറുന്നുണ്ട്. ലാസ്റ്റ് എന്താണ്? ദിസ് ഈസ് കണക്റ്റഡ് ടു ദ ലാക്ടിഫറസ് ഡക്റ്റ്. ഈ ഡക്റ്റ് എന്താണ്? കമ്പൈൻ ചെയ്തിട്ട് നിപ്പിൾ വഴിയാണ് മിൽക്ക് കുട്ടി സക്കഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഫസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷൻ എവിടെയാണ്? ആൽവിയോലുള്ള സെൽസാണ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവിടെ നിന്നുള്ള മിൽക്ക് ഈ ല്യൂമണിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്.
ഫീഡ് ചെയ്യുന്ന സമയത്ത് ഈ മിൽക്ക് ല്യൂമൻ വഴി മെമ്മറി ട്യൂബ്യൂൾസിൽ എത്തുന്നുണ്ട്. ദെൻ മെമ്മറി ട്യൂബ്യൂൾസ് വഴി മെമ്മറി ഡക്റ്റിലും മെമ്മറി ഡക്റ്റ് വരെ മെമ്മറി ആംപ്യുള്ള ആൻഡ് ലാക്റ്റിഫറസ് ഡക്റ്റ് ഫൈനലി നിപ്പിൾസിൽ എത്തിയിട്ട് മിൽക്ക് ഇജക്റ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് മെമ്മറി ഗ്ലാൻഡ്സിനെ കുറിച്ച് പറയേണ്ടത്. നെക്സ്റ്റ് ഗ്യാമിറ്റോജെനിസിസ്. എന്താണ് ഗ്യാമിറ്റോജെനിസിസ് എന്ന് പറയുന്നത്? ഗ്യാമീറ്റ് സിന്തസിസ് ആണ് ഗ്യാമിറ്റോജെനിസിസ് എന്ന് പറയുന്നത്. ഇവിടെ ഊജെനിസിസ് ആണ്. സ്പെർമാറ്റോജെനിസിസ് സ്പേം പ്രൊഡക്ഷനെയാണ് നമ്മൾ സ്പെർമാറ്റോജെനിസിസ് പറയുന്നത്. അപ്പോൾ ഗ്യാമിറ്റോജെനിസിസ് മെയിലാണെങ്കിൽ സ്പെർമാറ്റോജെനിസിസും ഫീമെയിലാണെങ്കിൽ ഊജെനിസിസ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സ്പെർമാറ്റോജെനിസിസിനെ കുറിച്ചൊരു ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ പറയാം. ദ പ്രൈമറി സെക്സ് ഓർഗൻ, the testis in the male and the ovaries in the female produce gametes. അതായത് മെയിലിലെ ടെസ്റ്റിസും ഫീമെയിലെ ഓവറീസും ആണ് ഈ ഗാമീറ്റ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയായിരിക്കും? ഇപ്പം മെയിലാണെങ്കിൽ സ്പേമും ഫീമെയിലാണെങ്കിൽ ഓവം ആയിരിക്കും. അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇനി സ്പെർമാറ്റോജെനിസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഒക്കേഴ്സ് ഇൻ 2 steps. 2 സ്റ്റെപ്പായിട്ടാണ് ഈ സ്പേം സിന്തസൈസ് നടക്കുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ. ഫസ്റ്റ് വൺ ഈസ് ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ്സ്. സ്പെർമാറ്റിഡ്സ് ഫോം ചെയ്യുന്നുണ്ട്. സെക്കൻഡ് വൺ ഈസ് സ്പെർമിയോജെനിസിസ്. ഓക്കെ, ദെൻ ഫസ്റ്റ് നമ്മൾ പറയുന്ന സ്റ്റെപ്പാണ് ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ്സ്. സ്പെർമാറ്റൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൽ കുറേ ഫേസസ് ആയിട്ടാണ് സ്പെർമാറ്റിഡ്സ് ഫോം ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് മൾട്ടിപ്ലിക്കേഷൻ ഫേസ്, സെക്കൻഡ് വൺ ഈസ് ഗ്രോത്ത് ഫേസ്, തേർഡ് വൺ ഈസ് മെച്ചുറേഷൻ ഫേസ്. അതിൽ ഫസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ഫേസിൽ എന്ന് പറഞ്ഞാൽ ഈ സ്പെർമാറ്റോ അതായത് പ്രൈമറി അതായത് മെച്ചുവേർഡ് അല്ലാത്ത സ്പെർമാറ്റോഗോണിയ എവിടെയാണ് കാണുന്നത്? സെംനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ ഉള്ളിലുള്ള ഈ വാളിലാണ് ഇത്തരത്തിലുള്ള സ്പെർമാറ്റോഗോണിയ കാണുന്നത്. മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? മൈറ്റോട്ടിക് ഡിവിഷൻ വഴി. അങ്ങനെ അതിൻ്റെ നമ്പറിൽ ഇൻക്രീസ് ഉണ്ടാവുന്നുണ്ട്. ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ ഫേസിൽ നടക്കുന്നത്. ദെൻ ഗ്രോത്ത് ഫേസിൽ എന്താ നടക്കുന്നത്? ഇത്തരത്തിൽ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന സ്പെർമാറ്റോഗോണിയയ്ക്ക് ഗ്രോത്ത് സംഭവിച്ചിട്ട് അതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്തിട്ട് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്സ് ആയിട്ട് മാറുന്നുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താണ്? ദേ ആർ ഡിപ്ലോയ്ഡ്. അതിൽ 46 ക്രോമസോംസുകൾ ഉണ്ടാവുന്നുണ്ട്. ഇനി മൂന്നാമത്തതാണ് മെച്ചുറേഷൻ ഫേസ്. സം ഓഫ് ദ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്സ് പീരിയോഡിക്കലി ആണ്. അതിങ്ങനെ എത്രത്തിൽ ഗ്രോ ചെയ്തിരിക്കുന്ന സ്പെർമാറ്റോസൈറ്റ്സ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്സ് പീരിയോഡിക്കലി എന്ത് നടക്കുന്നതിന്? ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ അല്ലെങ്കിൽ റിഡക്ഷൻ ഡിവിഷൻ സംഭവിച്ചിട്ട് ലീഡിങ് ടു ഫോർമേഷൻ ഓഫ് 2 ഈക്വൽ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്സ് ആയിട്ട് മാറുന്നുണ്ട്. ഹാപ്ലോയിഡ് ആയിരിക്കും. ഇത്തരത്തിൽ മെച്ചുറേഷൻ ഫേസ് നടന്ന സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്സ് സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് 4 ഹാപ്ലോയിഡ് സ്പെർമാറ്റിഡ്സ് ആയിട്ട് ഫോം ചെയ്യുന്നുണ്ട്. ഇത്രയാണ് ഈ ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ്സിൽ നടക്കുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്സ് ആണ് സ്പെർമിയോജെനിസിസ്. സ്പെർമിയോജെനിസിസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പെർമാറ്റിഡ്സ് സ്പെർമാറ്റോസോവ അല്ലെങ്കിൽ സ്പേം ആവുന്ന ആ ട്രാൻസ്ഫോർമേഷന് പറയുന്ന അല്ലെങ്കിൽ ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് സ്പെർമിയോജെനിസിസ് എന്ന്. ഈ ചേഞ്ചസ് നടക്കുന്നുണ്ട്. അതായത് ഇവിടെ എന്താ നടക്കുന്നത്? സ്പെർമിയോജെനിസിസിൽ നടക്കുന്നതെന്ന് വെച്ചാൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ന്യൂക്ലിയസ് ഇൻ ടു ദി ഹെഡ്. ന്യൂക്ലിയസ് ഹെഡ് റീജിയൻ സ്പേമിൻ്റെ ഹെഡ് റീജിയനിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. ആക്രോസോം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ലോസിങ് സൈറ്റോപ്ലാസം അതിന് നഷ്ടപ്പെടുന്നുണ്ട്. സൈറ്റോപ്ലാസം മെറ്റേണലാണ്. അപ്പം അത് ലോസ് ചെയ്യുന്നുണ്ട്. ഫോർമേഷൻ ഓഫ് ടെയിൽ റീജിയൻ ഫോം ചെയ്യുന്നുണ്ട്. സ്പെർമിയോജെനിസിസ് നടന്നത് അല്ലെങ്കിൽ സ്പേം പ്രൊഡക്ഷൻ നടന്നു കഴിഞ്ഞാൽ സ്പേം എന്ത് ചെയ്യുന്നുണ്ട്? സ്പേം ഹെഡ് ബിക്കം എംബഡഡ് ഇൻ ദ സെർട്ടോളി സെൽസ്. സെർട്ടോളി സെൽസിൽ അതായത് സെംനിഫറസ് ട്യൂബ്യൂൾസിൽ 2 ലേഡിക് സെൽസും സെർട്ടോളി സെൽസും ഉണ്ടെന്ന് ഞാൻ ഫസ്റ്റ് ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഈ സെർട്ടോളി സെൽസസ് എന്ത് ചെയ്യുന്നുണ്ട്? എംബഡ് ചെയ്യുന്നുണ്ട്. ദെൻ ദേ ആർ ഫൈനലി റിലീസ് ഫ്രം ദ സെംനിഫറസ് ട്യൂബ്യൂൾസ്. ആ സെംനിഫറസ് ട്യൂബ്യൂൾസിൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ആ സെംനിഫറസ് ട്യൂബ്യൂൾസിൽ നിന്ന് ഇത് പുറത്തേക്ക് പോകുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്ത്? റിലീസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് സ്പെർമിയേഷൻ. ഇത്രയാണ് സ്പെർമിയോജെനിസിസ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ ഹോർമോൺസ് ആണ് ഇതിൽ ആക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സ്പേം സിന്തസിസിൽ സ്പെർമാറ്റോജെനിസിസ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് അറ്റ് ദ ഏജ് ഓഫ് പ്യൂബർട്ടി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ സിഗ്നിഫിക്കൻറ്റ് ഇൻക്രീസ്. ആ സമയത്ത് മാത്രമാണ് ഈ ഗൊണാഡോട്രോപ്പിൻ്റെ സിക്രീഷൻ കൂടുതലായിട്ട് ഉണ്ടാവുക.
അതെന്താണ്, ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ GnRH റിലീസ് കൂടുതലുള്ളത് കൊണ്ടാണ് അപ്പോൾ നടക്കുന്നത്. ഇത്തരത്തിൽ GnRH അല്ലെങ്കിൽ ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ ഇൻക്രീസ്ഡ് ലെവൽ, ഇതിൻ്റെ ഇൻക്രീസ്ഡ് ലെവൽ എങ്ങനെ കൂടുതലായിട്ട് ഹോർമോൺ ഉണ്ടെങ്കിൽ അതെന്താവും, ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം 2 ഗൊണാഡോട്രോപ്പിൻ ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? LH-ഉം FSH-ഉം. LH എന്ന് പറഞ്ഞാൽ ല്യൂട്ടിനൈസിങ് ഹോർമോൺ, FSH എന്ന് പറഞ്ഞാൽ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അപ്പോൾ ഒന്നുകൂടി പറയാം, ഈ പ്യൂബർട്ടി സ്റ്റേജിലാണ് സ്പെർമാറ്റോജെനിസിസ് നടക്കുന്നത്. കാരണം ആ ഒരു സമയത്താണ് ഈ GnRH അല്ലെങ്കിൽ ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോണിൻ്റെ സെക്രീഷൻ കൂടുതലായിട്ട് വരുന്നത്. അങ്ങനെ ഇൻക്രീസ്ഡ് ലെവൽ ആ കണ്ടീഷൻ എത്തുന്ന സമയത്ത് ഇത് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അവർ എന്ത് ചെയ്യുന്നുണ്ട്, 2 ഗൊണാഡോട്രോപ്പിൻ ഹോർമോൺസ് റിലീസ് ചെയ്യുന്നുണ്ട്. അതാണ് ലൂട്ടിനൈസിങ് ഹോർമോൺ അല്ലെങ്കിൽ LH-ഉം ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അല്ലെങ്കിൽ FSH. ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. ഇനി LH എന്താ ചെയ്യുന്നത്? ആക്ട് അറ്റ് ദ ലേഡിക് സെൽസ്. ലേഡിക് സെൽസ് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? സെമിനിഫറസ് ട്യൂബ്യൂൾസിലുള്ള സെൽസ് ആണ്, അതിനെയാണ് ആക്ട് ചെയ്യുന്നത്. ആൻഡ് സ്റ്റിമുലേറ്റ് ദ സിന്തസിസ് ആൻഡ് സെക്രീഷൻ. ഈ ലേഡിക് സെൽസ് എന്താ ചെയ്യുന്നത്? ഈ മെയിൽ സെക്സ് ഹോർമോൺസിനെ റിലീസ് ചെയ്യുന്നുണ്ട്. ലേഡിക് സെൽസിന് LH ആക്ട് ചെയ്യുന്ന പ്രകാരം അത് സ്റ്റിമുലേറ്റഡ് ആവുന്നുണ്ട്, സിന്തസൈസ് ചെയ്യുന്നുണ്ട്. ആൻഡ്രോജൻ സിന്തസിസ് നടക്കുന്നുണ്ട്. ആ ആൻഡ്രോജൻ എന്ന് പറഞ്ഞാൽ എന്താ? മെയിൽ സെക്സ് ഹോർമോണാണ് ഈ സ്പെർമാറ്റോജെനിസിസിൻ്റെ പ്രോസസ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ഇനി FSH എപ്പോഴും സെർട്ടോളി സെൽസിനെയാണ് ആക്ട് ചെയ്യുന്നത്. അത് ചില ഫാക്ടേഴ്സിൻ്റെ സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്, ഇതിനെ നൊറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. വിച്ച് ഹെൽപ്പ് ഇൻ ദ പ്രോസസ് ഓഫ് സ്പെർമിയോജെനിസിസ് നടക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി സ്പേം നോക്കുകയാണെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ പറയുകയാണെങ്കിൽ ഒരു മെച്യൂർ സ്പേമിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 0.06 mm ആണ്. ഫ്ലജെല്ല ഉണ്ടാവും, കാരണം അതിന് മൂവ് ചെയ്യണമല്ലോ. ഫ്ലജെല്ലേറ്റഡ് സെല്ലാണ്. പ്ലാസ്മ മെംബ്രെയിൻ എൻവലപ്സ് ദ വോൾ. അതിൻ്റെ ബോഡി മൊത്തമായിട്ട് ബോഡി ഓഫ് സ്പേം ഈസ് കവേർഡ് വിത്ത് പ്ലാസ്മ മെംബ്രെയിൻ. അതിന് മെയിൻ റീജൻസ് എന്തൊക്കെയാണ്? ഹെഡ് ഉണ്ട്, മിഡിൽ പീസ് ഉണ്ട്, ടെയിൽ ഉണ്ട്. ഹെഡ് എന്ന് പറഞ്ഞാൽ ഹോവൽ ഷേപ്ഡ് ആയിരിക്കും, അവിടെയാണ് ന്യൂക്ലിയസ് ഉള്ളത്. പിന്നെ ഇതിനൊരു ക്യാപ്പ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്, അതിനാണ് ആക്രോസോം എന്ന് പറയുന്നത്. അതിലെന്തുണ്ട്? ലൈറ്റിക് എൻസൈംസുകളുണ്ട്. കാരണം ഈ ഒരു പോയിന്റഡ് ആയിട്ടുള്ള ഇതിൻ്റെ ഹെഡ് റീജിയൻ അല്ലെങ്കിൽ ഓവൽ ഷേപ്ഡ് ആയിട്ടുള്ള ഈ ഹെഡ് റീജിയനാണ് ഈ ഫീമെയിൽ എഗ്ഗിൽ പോയിട്ട് ഉള്ളിൽ കുത്തിയിറക്കണമെങ്കിൽ എന്ത് വേണം? ആ ലെയറിനെ കട്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ലൈറ്റിക് എൻസൈംസിൻ്റെ ഹെൽപ്പ് വേണം. ദെൻ മിഡിൽ പീസ് എന്ന് പറഞ്ഞാൽ മിഡിൽ പീസിൽ മൈറ്റോകോൺട്രിയ ഉണ്ട്. ഈ സ്പേമിന് മൂവ് ചെയ്യാൻ അല്ലെങ്കിൽ മോട്ടിലിറ്റി അല്ലെങ്കിൽ മൊബിലിറ്റി കൂട്ടാനുള്ള ഒരു എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ മൈറ്റോകോൺട്രിയ ആണ്. പവർ ഹൗസ് ആണ്. നമ്മുടെ ബോഡിയിലാണെങ്കിലും ഏതൊരു ജീവനുള്ള വസ്തുവിൻ്റെ ആണെങ്കിലും ബോഡിയിലുള്ള ഒരു എനർജി പവർ ഹൗസിനെയാണ് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. ദെൻ ടെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഹെൽപ്സ് ദ സ്പേം മൂവ്സ് ഇൻ ഫ്ലൂയിഡ് മീഡിയത്തിൽ അല്ലെങ്കിൽ അണ്ടുലേറ്റിംഗ് മൂവ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സിഗ്സാഗ് എൽവിപ്പിംഗ് മൂവ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് ഈ ടെയിൽ. ഒരു ഹ്യൂമൻ മെയിൽ ഇജാക്കുലേറ്റ് ചെയ്യുന്നത് 200 to 300 മില്യൺ സ്പേംസ് ആണ് ഒരു ഇൻ്റർകോഴ്സിൽ. ഒരു നോർമൽ ഫെർട്ടിലിറ്റിയിൽ എന്ന് പറഞ്ഞാൽ എന്താ? അറ്റ്ലീസ്റ്റ് 60% മസ്റ്റ് ഹാവ് നോർമൽ ഷേപ്പ് ആൻഡ് സൈസ് ആൻഡ് അറ്റ്ലീസ്റ്റ് 40% ഓഫ് ദം മസ്റ്റ് ഗ്രോ വിഗറസ്ലി മോട്ടിലിറ്റി. അത്തരത്തിൽ എന്താണ്? സെമൻ എന്ന് പറഞ്ഞാൽ എന്താ? 10% സ്പേം ആയിരിക്കും പ്ലസ് സെമിനൽ പ്ലാസ്മ അടങ്ങുന്നതിനെയാണ് സെമൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഊജെനിസിസ്. എന്താണ് ഊജെനിസിസ്? ഊജെനിസിസ് എന്ന് അറിയാലോ എന്താണ്? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഗാമീറ്റോജെനിസിസ് ആണ് ഊജെനിസിസ് എന്ന് പറയുന്നത്. ഇത് കുറേ ഫേസസുകളായിട്ട് നടക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് മൾട്ടിപ്ലിക്കേഷൻ ഫേസ്. ഒരു ഫീറ്റൽ സ്റ്റേജിൽ ഒരു ചെറിയൊരു ഫീറ്റൽ സ്റ്റേജിൽ ഒരു 2 മില്യൺ ഗാമീറ്റ് മദർ സെൽസ് അല്ലെങ്കിൽ ഊഗോണിയ ഫോം ചെയ്യുന്നുണ്ട് ഓരോ ഓവറിയിലും. പക്ഷെ ആഫ്റ്റർ ബർത്തിന് ശേഷം ഒരൊറ്റ ഊഗോണിയ പോലും ഫോം ചെയ്യുന്നില്ല. അത് ഓർക്കണം. കാരണം ഫീമെയിലിൻ്റെ കേസിൽ മാത്രമേ ഇങ്ങനെയുള്ളൂ. പിന്നെയൊക്കെ എന്താണ്? ഈ ഓവറിയുടെ മെച്ചുറേഷൻ മാത്രമേ നടക്കുന്നുള്ളൂ, ഒരിക്കലും സിന്തസിസ് നടക്കുന്നില്ല ആഫ്റ്റർ ബർത്ത്. ഊഗോണിയ പ്രോഫേസ് 1 സ്റ്റേജിലെത്തിയിട്ട് മിയോട്ടിക് ഡിവിഷനിലുള്ള പ്രോഫേസ് 1 സ്റ്റേജിലെത്തുന്നുണ്ട്. ആ ഏജിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഡിവിഷൻ നടക്കാതെ ആ സ്റ്റേജിൽ വെച്ച് സ്റ്റക്കായി നിൽക്കുന്നുണ്ട്, അറസ്റ്റഡ് ആവുന്നുണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്? പ്രൈമറി
പ്രൈമറി യൂസൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഓരോ പ്രൈമറി യൂസൈറ്റിനും ചുറ്റും ഒരു ലെയർ ഉണ്ട്. അതിനെ ഗ്രാനുലോസ സെൽസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രൈമറി ഫോളിക്കിൾ എന്ന് പറയുന്നുണ്ട്. ഈ ഫോളിക്കിളിൻ്റെ കുറേ നമ്പർ ഓഫ് ഫോളിക്കിൾ എന്തെങ്കിലും ഡീജനറേറ്റ് ചെയ്ത് പോകുന്നുണ്ട് ഫ്രം ബർത്ത് ടു പ്യൂബർട്ടി. Therefore, at puberty only 60,000 to 80,000 primary follicle are left in each ovary. The primary follicle gets surrounded by more layers of granulosa cells, and new theca is called a secondary follicle. ഈ സെക്കൻഡറി ഫോളിക്കിളിന് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ച് ടെർഷ്യറി ഫോളിക്കിളായിട്ട് മാറുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിനൊരു ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി ഉണ്ട്, അതിനെയാണ് ആൻട്രം എന്ന് പറയുന്നത്. ദെൻ പ്രൈമറി oocyte within 13 follicle within tertiary follicle grow in size. ഇനി അടുത്തത് മെച്ചുറേഷൻ ഫേസ്. മെച്ചുവർ ആണ്. പ്രൈമറി oocyte ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എന്താവുന്നുണ്ട്? ടു ഫോം എ ലാർജ് ഹാപ്ലോയിഡ് സെക്കൻഡറി oocyte ഫോം ചെയ്യുന്നുണ്ട്. അവിടെ ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ട്, ടൈനി പോളാർ ബോഡി, ഫസ്റ്റ് പോളാർ ബോഡി. ദെൻ ടെർഷ്യറി ഫോളിക്കിളിന് എന്ത് സംഭവിക്കുന്നുണ്ട്? അവിടെയുള്ള ഗ്രാഫിയൻ ഫോളിക്കിളിന് മെച്ചുറേഷൻ സംഭവിക്കുന്നുണ്ട്. സെക്കൻഡറി oocytes പിന്നെ ഒരു ന്യൂ മെംബ്രെയിൻ ഫോം ചെയ്യുന്നുണ്ട്, അതിനെയാണ് സോണ പെലിസിഡ എന്ന് പറയുന്നത്. ദ ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ സമയത്ത് ആ റപ്ചർ ചെയ്തിട്ട് സെക്കൻഡറി oocyte അല്ലെങ്കിൽ ഓവത്തിനെ റിലീസ് ചെയ്യുന്നുണ്ട് ഓവറിയിൽ നിന്ന്. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഓവുലേഷൻ. ഇനി ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതായത് കമ്പാരിസൺ ബിറ്റ്വീൻ സ്പെർമാറ്റോജെനിസിസ് ആൻഡ് oogenesis. സ്പെർമാറ്റോജെനിസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ടെസ്റ്റിസിൽ നടക്കുന്നതാണ്. oogenesis എന്ന് പറഞ്ഞാൽ ഓവറിയിൽ നടക്കുന്നതാണ്. സ്പെർമാറ്റോജെനിസിലെ ഗാമീറ്റ്സ് സ്പേം ആണെങ്കിൽ oogenesisലെ ഗാമീറ്റ്സ് ഓവമാണ്. ഇതിൻ്റെ സ്പെർമാറ്റോജെനിസിസിൽ ഗ്രോത്ത് ഫേസ് ലിമിറ്റഡ് ആണ്, പക്ഷേ oogenesisൽ അങ്ങനെയല്ല, ഇലാബറേറ്റഡ് ആണ്. ഇനി സ്പെർമാറ്റോജെനിസിസിൽ ഈച്ച് പ്രൈമറി സ്പെർമാറ്റോസൈസ് 4 സ്പേമായിട്ടാണ് മാറുന്നത്. പക്ഷേ oogenesisൽ ഓരോ പ്രൈമറി oocytesഉം ഗിവ്സ് ഓൺലി 1 ovum ആൻഡ് 3 പോളാർ ബോഡീസ്. ഇറ്റ് ബിഗിൻസ്, അതായത് സ്പെർമാറ്റോജെനിസിസ് തുടങ്ങുന്നത് പ്യൂബർട്ടി സ്റ്റേജിൽ ആൻഡ് എക്സ്റ്റെൻഡ് അപ് ടു സെനിലിറ്റി. പക്ഷേ oogenesis ബിഗിൻ ചെയ്യുന്നത് അറ്റ് എംബ്രിയോണിക് സ്റ്റേജ് ആൻഡ് സസ്പെൻഡ് അറ്റ് ദ ടൈം ഓഫ് ബർത്ത്. The remaining part takes place only after puberty. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കമ്പാരിസൺ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.